രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ആനയെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് വനം വകുപ്പ്. ഇന്ന് എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ദൗത്യം വിജയകരമായി അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മേഖലയിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം ആശങ്ക അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ. അതിനു മുൻപ് ഞാൻ ഈ അവധി പ്രഖ്യാപിച്ച സ്കൂളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പറയട്ടെ. തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, അതായത് ഡിവിഷൻ 12, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മണ്ണുണ്ടി കോളനിയിലാണ്. ഇന്നലെ ഏറ്റവും അവസാനമായി ആനയെ ട്രാക്ക് ചെയ്തത്, സിഗ്നൽ ചെയ്തത് ഇവിടെയാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച സമയത്ത് ആനയെ, അതായത് കൃത്യമായൊരു ലൊക്കേഷൻ കിട്ടിയിട്ടില്ല, സിഗ്നൽ കിട്ടിയിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ആന ഈ മണ്ണുണ്ടി കോളനിയുടെ മുകളിലായി വലിയ വനമേഖലയാണ്. ആ വനമേഖലയിൽ ആനയുടെ സ്ഥാനം ഏകദേശം ഉണ്ട് എന്നതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച കൃത്യമായൊരു സിഗ്നൽ ലൊക്കേഷൻസ് ഒക്കെ ലഭ്യമായി വരേണ്ടതേ ഉള്ളൂ. രാത്രി വനം വകുപ്പിൻ്റെ പരിശോധന ഈ മേഖലയിൽ മുഴുവനായി ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഈ ദൗത്യം പരാജയപ്പെട്ട് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു. അവരുടെ ആവശ്യം രാത്രി കൃത്യമായ പരിശോധന വേണം, ആന ഈ മേഖലയിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ അത് തടയുന്നതിന് പരിശോധന വേണം എന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു കാട്ടാന ഇതുപോലെ വീടുകൾക്ക് സമീപത്തേക്ക് നടന്നു വരിക, നാശം വിതയ്ക്കുക എന്നത് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമാണ് ഉണ്ടായിരുന്നത്. വനം വകുപ്പ് 13 ടീമുകളെ നിയോഗിച്ച് രാത്രി പെട്രോളിംഗ് നടത്തി. പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു. ഏതായാലും ഈ ദൗത്യം ഓൺ എന്നത് തന്നെയാണ്. ഉദ്യോഗസ്ഥർ കൂടുതലായി സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു വനം വകുപ്പിന്റെ ഒരു രാഹുൽ, അതായത് വനം വകുപ്പിന്റെ ഒരു ഏകദേശ നിഗമനം ആ വനത്തിനുള്ളിൽ, മണ്ണുണ്ടി കോളനിക്ക് അപ്പുറത്തെ ഒരു വനത്തിനുള്ളിൽ ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്നതാണല്ലോ. അപ്പൊ ഈ ആന കൂടുതൽ വനമേഖലയിലേക്ക് കടന്നാൽ കേരള അതിർത്തി കഴിഞ്ഞ് കർണാടക വന അതിർത്തിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ അപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഉണ്ട്. അത് ബോർഡർ തന്നെയാണല്ലോ. അപ്പോൾ ആന അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ മുന്നിലുണ്ട്. ആന ഏതായാലും ഇപ്പോൾ നിലവിലുള്ള വനമേഖലയിൽ വെച്ച് മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി എലിഫന്റ് ആംബുലൻസിൽ കയറ്റി റീലൊക്കേറ്റ് ചെയ്യുക, അതൊക്കെ ഏറെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആന കൃത്യമായൊരു ആപ്റ്റായ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക, അതിനുശേഷമാണ് ഈ ദൗത്യം, മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുക. ഒരു വിശാലമായ പ്രദേശമായ വനമേഖല ആയതുകൊണ്ട് തന്നെ ആനയെ കൺമുൻപിൽ കാണുന്ന സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കുക എന്ന കാര്യം ചെയ്യാൻ കഴിയുകയില്ല. ആനയെ ഇതിനൊരു ആപ്റ്റായ സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് വനം വകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യം എന്ന് പറയുന്നതും. നമ്മളോടൊപ്പം ഈ മണ്ണുണ്ടി കോളനിയിലെ ഒരു ചേച്ചിയാണ് ചേരുന്നത്. വനം വകുപ്പ് രാത്രി വീട്ടിൻ്റെ അടുത്തൊക്കെ ഒക്കെ വന്ന് പെട്രോളിംഗ് നടത്തിയിരുന്നോ? ഇല്ല. വന്നിരുന്നോ? വന്നിട്ടില്ല. ഇന്ന് ചുറ്റുപാടുണ്ട് എന്ന് പറഞ്ഞതാ. വാസന്തി ശേഷമില്ലേ, അവളെ വിളിച്ചു പറഞ്ഞു, ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ എങ്ങോട്ടാ പോയി ചേച്ചി അവിടെ ഉണ്ട്. അവള് വിളിച്ചു പറഞ്ഞു എങ്ങനെയെന്നറിയാം, അരകല ജോർജിൻ്റെ പറമ്പ് കൂടി ആന കയറിയിട്ടുണ്ട്, പിന്നെ അത് ശ്രദ്ധിക്കണം നിങ്ങൾ, പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പുറത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇറങ്ങില്ല, പിന്നെ ഇറങ്ങിയാൽ ശരിയാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങില്ല, ഞങ്ങൾ അകത്ത് തന്നെ ഉണ്ടാവും. ഏതായാലും കാവലിന് ആൾ വന്നിട്ടുണ്ട്, അവർ ശ്രദ്ധിച്ചുകൊള്ളും എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉറങ്ങിയതല്ലേ? അല്ലെങ്കിൽ ഉറക്കുണ്ടാവില്ല, പിന്നെ ഉറക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അകത്ത് തന്നെ കൂടിയിട്ട് ലൈറ്റും വെച്ചിട്ട് ഞങ്ങൾ നടക്കുന്ന. പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, ഒരു ബാത്റൂമിൽ പോകാനും പറ്റില്ല. അങ്ങനത്തുള്ള അവസ്ഥയല്ല ഇത്, ഈ ആന വന്ന കാരണം കൊണ്ട്. അല്ലെങ്കിലോ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ശ്വാസം നേരെ വീഴില്ല. ഇല്ല, അത് സത്യം, അത് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, ആനിനെ പിടിച്ച് കൊല്ലണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. ഈ ചുറ്റുപാട് നിർത്താൻ പാടില്ല. ഈ ചുറ്റുപാട് നിർത്തിയാൽ നമുക്ക് ജീവിക്കണ്ട ഇവിടെ. അത് അങ്ങനായിട്ടല്ലേ ഓർത്ത് എൻ്റെ കെട്ടിയവൻ
എൻ്റെ കെട്ടൻ ഇതേ വയലിൽ തന്നെ വെച്ച് ആന കൊന്ന് ആരാ ശ്രദ്ധിച്ചത്? ആരാ എന്തെങ്കിലും ചെയ്തോ? ഒരു കോപം ചെയ്തില്ല. ഞാനിപ്പോൾ അങ്ങനെ പറയുള്ളൂ, ഈ ആന വന്ന കാരണം കൊണ്ട്. ഇപ്പം കൂടി എനിക്ക് വിഷമത്തിൽ ഈ മക്കളെല്ലാവരും ചെറിയ മക്കളുണ്ടായിരുന്നു. ആ സമയത്താണ് കൊന്നത്. ഭർത്താവിന്. അത് ഇപ്പല്ല, ഒരു 35 വർഷമായി എൻ്റെ ഭർത്താവിനെ കൊന്നത്. ആരെങ്കിലും ചിന്തിച്ചോ? ഇല്ല. പുറത്തുമാരെ ചിന്തിച്ചോ? രാജ്യത്തെ ചിന്തിച്ചോ? ആരെങ്കിലും ചിന്തിച്ചോ? ഇല്ല. ചെറിയ മക്കളെ വിട്ടിട്ട് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട. ആ സമയത്ത് 1 കിലോ അരിന് എന്തോരം പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ കാർഡില്ല. 5 കിലോ അരി കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്തായാലും ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടല്ലോ, ഇതിലൂടെയൊക്കെ പോകുന്നുണ്ടോ അവര്? ഇന്ന് തന്നെ പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിടിക്കണം അതിന്. അതല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ കൂടി വിഷമിച്ചിട്ടുണ്ട്. മക്കൾ വലുതായത് കൊണ്ട് എനിക്കൊരു ഉപകാരം, സമാധാനം. ഈ മക്കളുടെ കൂടെ നടക്കാനും പിടിക്കാനും എല്ലാം. ഇതാണ് ആന കാരണം, കാട്ടാന കാരണം ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുടെ പ്രതികരണമാണ് അതൊക്കെ. കാരണം ഈ ആന ഇങ്ങനെ മേഖലയിലൂടെ കറങ്ങി നടന്നാൽ എങ്ങനെയാണ് വീട്ടിൽ ധൈര്യമായി ഉറങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ പോലും ഒന്ന് പുറത്തിറങ്ങാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വനം വകുപ്പ് ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം വലിയ പ്രതിഷേധമാണ് വൈകുന്നേരം ഉണ്ടായത്. രാത്രി ഇവർ ഉന്നയിച്ച ആവശ്യം അതുപോലെ തന്നെ പെട്രോളിംഗ് ഒക്കെ ഉണ്ടായി. ആ ഒരു സമാധാനത്തിൽ ഉറങ്ങിയതാണ്. ഇന്നേതായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റും എന്നൊരു ആശയാണ് അവർക്കുള്ളത്. അത് വിജയകരമായി തന്നെ നടക്കട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം 3 ദിവസമാണ് ഈ ആന ഇങ്ങനെ ഇറങ്ങി ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിരുന്നു. എന്നാലും വനംവകുപ്പിന്റെ കൂടുതൽ സംഘം മേഖലയിലേക്ക് എത്തുന്നു എന്ന വിവരമൊക്കെ വലിയ ആശ തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. മണ്ണുണ്ടി കോളനിയിലാണ് ഇന്നലെ ഏറ്റവും അവസാനമായി ആനയുടെ കൃത്യമായ സിഗ്നൽ ലഭിച്ചതും. അതായത് കുങ്കിയാനകൾ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ബാവലിയിലാണ്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, വാച്ചർമാരൊക്കെ ഈ മേഖലയിൽ പല സ്ഥലങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പറഞ്ഞ രാത്രി എല്ലാ മേഖലയിലൂടെയും പെട്രോളിംഗ് ഉണ്ടായിരുന്നു. നിലവിലിവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥരെയൊന്നും കാണിച്ചു തരാനില്ല. കാരണം നമ്മൾ ഈ കോളനിയുടെ അകത്തേക്ക് വന്നിട്ടാണ് ഉള്ളത്. ജനങ്ങളുടെ പ്രതികരണം എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് അപ്പുറത്തായി ഫോറസ്റ്റിൻ്റെ വാച്ചർമാരെല്ലാവരും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലായി, പല ഭാഗങ്ങളിലായി ഫോറസ്റ്റിൻ്റെ വാച്ചർമാരുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞത് അതാണ്. ഇന്നലെ വൈകിട്ട് ഈ ദൗത്യം പരാജയപ്പെട്ട് പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ഇങ്ങനെ പോകരുത്, രാത്രി കൃത്യമായ പെട്രോളിംഗ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 13 സംഘങ്ങളെയാണ് വനംവകുപ്പ് വിന്യസിച്ചത്. അവർ മണ്ണുണ്ടി കോളനി അതുപോലെ ഈ ആന ഇറങ്ങി വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം കൃത്യമായി പെട്രോളിംഗ് നടത്തിയിട്ടുണ്ട്. ആനയുടെ സിഗ്നൽ അതെവിടെയാണ് എന്ന് സംബന്ധിച്ച് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കൊരു വിവരം കൃത്യമായി കിട്ടിയിട്ടില്ല. പക്ഷേ ഏകദേശം സംസാരിച്ചത് പ്രകാരം മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വനമേഖലയിൽ ആ ഭാഗത്തായി ആന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ സ്ഥലത്തേക്ക് എത്തിച്ച് ഇന്ന് തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പറയുന്നുണ്ട്. അതിനുള്ള രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ട്. അരുൺ അമൃതനാഥ് ചേരുന്നു. എന്താണ് ബാവലിയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അവിടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നതും തുടർന്ന് മയക്കുവെടി വയ്ക്കുന്നതിനും ഒക്കെയായി സജ്ജീകരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, നിലവിൽ ട്രാക്കിംഗ് ആണ് നടക്കുന്നത്. ആന എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നതാണ് ആദ്യ ലക്ഷ്യം. പിന്നീടായിരിക്കും എങ്ങനെയായിരിക്കും ഈ മിഷന്റെ ഗതി എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ ആന എവിടെ ഉണ്ട്, ഈ വനമേഖലയിലാണ് ആന തുടരുന്നതെങ്കിൽ, ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന മണ്ണുണ്ടി കോളനി ഭാഗത്താണ് ആന തുടരുന്നതെങ്കിലാണ് നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ നിന്നായിരുന്നു ഇന്നലെ ഉച്ചയോടെ ആന ദിശ മാറി ഈ ഒരു ഉൾവന മേഖലയിലേക്ക് എത്തുന്നത്. നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ കുങ്കി ആനകൾ നിൽക്കുന്ന ഈ
ഈ സ്ഥലത്ത് നിന്ന് ഈ ഉൾവനം വഴിയാണ് ഈ ചെമ്പകപ്പാറയിലേക്ക് ഇന്നലെ കുങ്കിയാനകളെ കൊണ്ടുപോയത്. ഈ വനമാർഗമായിരുന്നു ഈ കുങ്കിയാനകൾ ആ ഒരു ഇന്നലെ ദൗത്യം നടന്നിരുന്ന ആ ഒരു മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ദിശ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളൂ. ആദ്യം ആന എവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഇപ്പോൾ ഇവിടെ വാച്ച് ഗാർഡുമാരൊക്കെ ഉണ്ട്, ഫോറസ്റ്റിന്റെ ഒരു സംഘം തന്നെയുണ്ട്. ഇന്നലെ ഇവിടെ നിന്നായിരുന്നു കൂടുതൽ സംഘം, ഈ ബാവലി ചെക്ക് പോസ്റ്റിൽ നിന്നായിരുന്നു കൂടുതൽ സംഘം ഈ ലക്ഷ്യസ്ഥാനത്തേക്കൊക്കെ പുറപ്പെട്ടത്. അപ്പോൾ പോലീസിന്റെയും മറ്റ് റവന്യൂ വകുപ്പിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തായി ബാവലി ഭാഗത്തായി ഉണ്ട്. ആദ്യം ആന ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് തിരിച്ചറിയണം. ഈ വനമേഖലയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണെങ്കിൽ അത് ഈ മിഷനെ അത് ബാധിക്കും. കാരണം മയക്കുവെടി വെക്കുക എന്നൊരു ലക്ഷ്യം അത് സാധ്യമല്ല എന്നുള്ളതായിരിക്കും. ഈ വനമേഖലയിൽ തന്നെ ആന തുടരുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആനയെ അനുയോജ്യമായ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നൊരു ലക്ഷ്യം അവിടെ സാധ്യമല്ല. കാരണം ആ ഒരു മേഖലയിൽ അരുണും രാഹുലും മണ്ണുണ്ടി കോളനിയിലും അരുൺ അമൃതനാഥ് ബാവലിയിലും തുടരുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.